ഏതായാലും കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷമുണ്ട്. പറഞ്ഞത് മറ്റാരുമല്ല, RSP നേതാവ് ഷിബു ബേബി ജോണാണ്. ഷിബു ബേബി ജോണും ഗണേഷ് കുമാറും കൊല്ലത്ത് നിന്ന് തന്നെയുള്ളവർ തന്നെയാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു എന്നതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തായാലും ചുരുക്കത്തിലൊന്ന് പറയാം. സുരേഷ് ഗോപി അദ്ദേഹത്തിനെതിരെ KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒരു പള്ളിയിൽ പോയി നോമ്പ് അത് അദ്ദേഹം നിസ്കരിക്കുമോ എന്ന് പോലും തോന്നിപ്പോയി. അതായത് നാടകമാണ് സുരേഷ് ഗോപി നടത്തുന്നത്. നോമ്പ് കഞ്ഞി കുടിച്ചിട്ട് അത് വടിച്ച് നക്കുന്നത് ഇതുവരെ നോമ്പ് കഞ്ഞി കിട്ടാത്തവൻ്റെ ആക്രാന്തമാണ് സുരേഷ് ഗോപി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആ വിവാദ പ്രസംഗത്തിൽ അതിനൊപ്പം കൊല്ലത്തെ സിറ്റിംഗ് MP-യും RSPയുടെ സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രനെതിരെയും KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായാണ് ഷിബു ബേബി ജോൺ, RSPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഷിബു ബേബി ജോൺ ഗണേഷ് കുമാറിനെ കീറി ഒട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്ന് പറയേണ്ടി വരും. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷം മാത്രവുമല്ല, കുറേ കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകുകയും ചെയ്യും. എന്തായാലും ഗണേശൻ്റെ പുതിയ മാറ്റത്തിൽ താനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്ന് കൂടി ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ കുറിക്ക് കൊള്ളുന്ന ഒരു മറുപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഗണേഷ് കുമാർ പെടുന്ന വിവാദങ്ങളും അതിൻ്റെ തുടർച്ചകളും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒന്നും അറിയാത്തതല്ല. അതുകൊണ്ട് കൂടുതൽ വിവരിക്കേണ്ടതില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും യാമിനി തങ്കച്ചിയുമായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ ആദ്യ വിവാഹം, അത് ഡിവോഴ്സിലേക്ക് എത്തിയ സംഭവങ്ങൾ, KB ഗണേഷ് കുമാർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന സംഭവം, അതെല്ലാം കേരളം ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകും. അന്ന് സംഭവിച്ചത് മറ്റൊരു തിരുവനന്തപുരത്തുള്ള ഒരു യുവതിയുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഈ യുവതിയുടെ ഭർത്താവ് വീട്ടിൽ കയറി വന്ന് തല്ലിയെന്നുമൊക്കെ അന്ന് യാമിനി തങ്കച്ചി വന്ന് വെളിപ്പെടുത്തുകയും പിന്നീട് ഇവരുടെ ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോവുകയും ചെയ്തൊരു കാര്യം ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതായത് ഗണേഷ് കുമാറിനെതിരെ സ്വന്തം ഭാര്യ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. ഫലത്തിൽ ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെച്ച് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം. പിന്നീട് സോളാർ വിഷയത്തിലടക്കം ഗണേഷ് കുമാറാണ് സരിത S. നായരെ, അതായത് സരിത S. നായരുടെ കത്തിന് പിന്നിൽ എന്നതടക്കം ഉന്നയിച്ചുകൊണ്ട് പിന്നീട് ഗണേഷ് കുമാർ അതിനെതിരെ കോൺഗ്രസിൽ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഗണേഷ് കുമാർ LDFിലേക്ക് എത്തുന്നു. ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. മന്ത്രിയായ വന്ന ശേഷവും KSRTCയിൽ വമ്പൻ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ ഒടുവിൽ CPM-നും മുഖ്യമന്ത്രിക്കൊക്കെ വലിയ അതൃപ്തി ഉണ്ടാകുകയും അത് തടയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതായത് ഗണേഷ് കുമാറിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അങ്ങനെയൊക്കെയാണ്. അതിനിടെയാണ് സുരേഷ് ഗോപി പോലും പറഞ്ഞത് ഉണ്ട്. അതായത് താൻ എങ്ങനെയാണ് ഗണേഷിനൊക്കെ നോടുള്ള സ്നേഹം എന്നുള്ളത് തൻ്റെ വീട്ടിലുള്ളവർക്കറിയാം. അതുകൊണ്ട് വീട്ടിലുള്ളവരൊക്കെ ഗണേശൻ്റെ ഈ വാക്ക് കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്, സങ്കടത്തിലാണ്. ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ, രാഷ്ട്രീയത്തിൽ പ്രതിരോധിക്കാൻ ഇങ്ങനെയൊക്കെ പറയാമോ? എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ ഏതെങ്കിലും ഒരാൾ BJPയിൽ പോയതുകൊണ്ട് മാത്രം പ്രശ്നക്കാരനാകുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന നിലയിലാണ് സുരേഷ് ഗോപി ചോദിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ വിവാദത്തിൽ ഏറ്റവും ഗംഭീരമായ മറുപടി പറഞ്ഞിരിക്കുന്ന ഷിബു ബേബി ജോൺ. അതോടുകൂടി ഗണേഷ് കുമാറിൻ്റെ വായടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഫലത്തിൽ പിന്നീട് കാണാൻ സാധിച്ചത്. നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാറും തമ്മിൽ, അതായത് അച്ഛനും മകനും തമ്മിലും UDF ഭരണകാലത്ത് വലിയ തർക്കമുണ്ടായിരുന്നു. മന്ത്രിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് കത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് ബാലകൃഷ്ണപിള്ള. അത്രയധികം ഫൈറ്റ് അവർക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തതാണ്. ഉമ്മൻചാണ്ടിയാണ് പക്ഷെ അന്ന് ഗണേഷ് കുമാറിനെ ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ യാമിനി തങ്കച്ചി വിവാദം വന്നതോടുകൂടി ഗണേഷ് കുമാറിനെ രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് അന്ന് ഫലത്തിൽ ഉണ്ടായത്. ഉമ്മൻചാണ്ടിയെ തന്നെ പിന്നീട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ പിന്നീട് ഈ സോളാർ വിവാദത്തിൽ കുത്ത് കിട്ടുന്ന സാഹചര്യവും ഫലത്തിൽ വന്നത് കാലഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിൽ ഇങ്ങനെ പല വിവാദങ്ങളുമുണ്ട്. അതിനിടെയാണ് മറ്റൊരാളെ വിമർശിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരുപക്ഷെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നസെൻ്റ് ഉൾപ്പെടെയുള്ള എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവർ പോലും സുരേഷ് അവനൊരു നല്ല മനുഷ്യനാണ്, അവൻ്റെ രാഷ്ട്രീയം എന്തെന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല, കാരണം രാഷ്ട്രീയത്തിന് അതീതമായാണെന്നേ സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കുകയും
അവരൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. സുരേഷ് ഗോപിക്ക് എല്ലാ മതങ്ങളോടും ഒരേപോലുള്ള സമഭാവനയുള്ള ഒരാൾ കൂടിയാണ്. അയാളെ ഇങ്ങനെ വിമർശിക്കുന്നത്, ഇത്രയധികം കടന്നാക്രമിക്കുന്നതാണ് ഫലത്തിൽ വലിയ ചർച്ചയായിരുന്നത്. എന്തായാലും പ്രേമചന്ദ്രനെ കൂടി ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയതോടുകൂടി അതങ്ങ് തീർത്ത് കെട്ടിയിരിക്കുകയാണ് ഫലത്തിൽ ഷിബു ബേബി ജോൺ. ഇനി എന്തെങ്കിലും ദിവസങ്ങളിൽ ഇയാൾ, അതായത് കെ ബി ഗണേഷ് കുമാർ കൂടുതൽ മറുപടിയുമായി രംഗത്തെത്തുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സാധാരണ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങി നല്ല കുട്ടിയായിരിക്കുന്ന ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. പല വിഷയത്തിലും നല്ല അഭിപ്രായങ്ങളും ഇന്നോവേറ്റീവായ ഐഡിയാസും, ഒരു കാലത്ത് KSRTC ഒക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളൊക്കെയാണ് ഗണേഷ് കുമാർ. പക്ഷേ ചില സമയത്ത് അങ്ങ് കൺട്രോൾ നഷ്ടപ്പെടും. ഒരു മതയാനയെ പോലെ, മതയാനയാണല്ലോ ഇങ്ങനെ കയറി ഇറങ്ങി എന്തും നശിപ്പിക്കുകയും എല്ലാം എന്തും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു മതം പൊട്ടുന്ന അവസ്ഥ ചില സമയങ്ങളിലെങ്കിലും ഗണേഷ് കുമാറിന് ഉണ്ടാകാറുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതിപ്പോൾ സഖാക്കളാണ് അന്നത്തെ പരിപാടിയിലിരുന്ന് ഈ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞപ്പോൾ കൈയടിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ സഖാക്കളോടൊരു പഴയ സംഭവം ഓർമ്മിപ്പിച്ചാൽ ഒരു പക്ഷേ അവർക്കും ഇത് അവർ ശരിവെക്കുമായിരിക്കും. കാരണം VS അച്യുതാനന്ദൻ ഒരു കാമപ്രാന്തനാണ്, പ്രായമായതിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗണേഷ് കുമാർ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് കേരളം ചർച്ചയാകുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് വായി വരുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാളായി കെ ബി ഗണേഷ് കുമാറിനെ മുൻപും കണ്ടിട്ടുണ്ട് കേരളം എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഗതികേട് കൊണ്ട് സഖാക്കൾ ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന കാഴ്ചയും കൊണ്ടുപോകും. എന്തായാലും ഷിബു ബേബി ജോണിലേക്ക് തന്നെ മടങ്ങി വന്നാൽ, ഷിബു ബേബി ജോണിൻ്റെ ഈ ഒരു ഒറ്റ പ്രസ്താവന, ഇതാണ് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഗുണം എന്ന് നമ്മൾ പറയേണ്ടി വരും. കെ മുരളീധരനാണ് UDF രാഷ്ട്രീയത്തിൽ അത്ര അധികം ഗംഭീരമായ ഡയലോഗുകൾ അടിക്കുന്ന ഒരാൾ. പലപ്പോഴും KPCCയുടെ ഒരു ഘട്ടത്തിൽ KPCC വിപുലീകരിച്ചപ്പോൾ, അതായത് കുറേ കണ്ടവരെല്ലാം കുത്തി നിറച്ച് വിപുലീകരിച്ചപ്പോൾ ഒറ്റയടിക്ക് ജംബോ കമ്മിറ്റി വന്നപ്പോൾ ഒരു കല്യാണ മണ്ഡപം വിളിക്കേണ്ടി വരും ഇനി KPCCയുടെ യോഗം നടത്താൻ എന്ന് കുറിക്കുകൊള്ളുന്ന വിമർശനം നടത്തിയ ആളാണ് കെ മുരളീധരൻ. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ഗംഭീരമായ മറുപടികൾ നടത്തിയിട്ടുള്ള ആളാണ് കെ മുരളീധരൻ. UDF രാഷ്ട്രീയത്തിൽ നോക്കിയാൽ പിന്നെ ഇങ്ങനെ ഒരു ഗംഭീര മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷിബു ബേബി ജോൺ എന്നുള്ളതാണ്. അതായത് ഒരുപാട് കുടുംബങ്ങൾക്ക് അത് ആശ്വാസമാകും എന്നുകൂടി പറഞ്ഞതോടെ ഒരു പരിധിവരെ ഗണേശൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വർത്തമാനവും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതങ്ങ് തീർത്ത് കളഞ്ഞിരിക്കുന്നു ഷിബു ബേബി ജോൺ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ വിവാദത്തിൽ ഇനി ഗണേഷ് കുമാറിൻ്റെ നിലപാട് എന്ത് എന്ന് തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വരും ദിവസങ്ങളിൽ അത് രാഷ്ട്രീയമല്ലേ, പ്രസംഗങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതോ ഈ KSRTC വിഷയത്തിൽ വലിയ നവീകരണമായി ചാടി ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അടക്കം അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി പിന്നൊന്നും മിണ്ടാതായ കെ ബി ഗണേഷ് കുമാറുണ്ട്. അങ്ങനെയുള്ള നിലയിലേക്ക് തന്നെ അദ്ദേഹം പോകുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി കൂടി ഇതിന് മറുപടി നൽകിയതോടുകൂടി, അത് കുറച്ച് വൈകാരികമായ മറുപടിയായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഗണേഷ് കുമാർ ഏതാണ്ട് അവസാനിച്ച നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മറുപടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്ന് രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി.